ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് പെരിങ്ങമലയിൽ ആദിവാസികൾ ഉൾപ്പെടെ ഉള്ളവർ സമരം ചെയ്യുന്നത്. രാവും പകലും നീളുന്ന കിലോമീറ്റർ നടന്നുള്ള സമരം ഇവിടുത്തെ ജനങ്ങളെ മാനസികമായും ശാരീരികമായും സാമൂഹികപരമായും ബാധിക്കുന്നുണ്ട്. അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെ പെരിങ്ങമല സമരം അനിശ്ചിത കാലത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്ന സാമൂഹിക ആഘാതം എത്രമാത്രമാണെന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ. നിസ്സാര കാരണത്തെ പോലും ചൊല്ലി ഹർത്താൽ നടത്തുകയും ജനജീവിതം സ്തംഭിപ്പിക്കുകയും ചെയ്യുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എന്തുകൊണ്ട് പെരിങ്ങമല വിഷയത്തെ വേണ്ടുവോളം പരിഗണിക്കുന്നില്ല? ഇതാണ് ഈ പഠനത്തിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യം. മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തിപ്പെടുന്നതിനിടെ 2018 ഡിസംബറിൽ പ്രശസ്ത ശാസ്ത്രജ്ഞനും മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവുമായ MC ദത്തന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി പെരിങ്ങമല സന്ദർശിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ഒരു വിദഗ്ധ സംഘവും ഇവിടെ സന്ദർശിച്ചില്ലെന്നാണ് പ്രദേശത്തെ നാട്ടുകാരും സമരസമിതിയും പറയുന്നത്. നമ്മളെ MPയോ MLAയോ നമ്മുടെ ബ്ലോക്കോ ജില്ലാ മെമ്പറോ ആരും തന്നെ ഞങ്ങളുടെ ഈ സമരപന്തലിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആകെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇതേപോലെ സങ്കടജാഥയായിട്ടും എല്ലാം ഞങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ നിന്ന് നമുക്ക് അതൊരു പ്രമേയം പാസ്സാക്കി തരുന്നതിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടു. അവരതിന് തയ്യാറല്ല. അപ്പോൾ അതിൻ്റെ ശേഷമാണ് നമ്മൾ സങ്കടജാഥ സെക്രട്ടേറിയറ്റിലേക്ക് പോയത്. അവിടെ നിന്നും ഞങ്ങൾക്ക് അനുകൂല തീരുമാനം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് മന്ത്രി വന്ന് പ്ലാന്റിൻ്റെ സ്ഥലം സന്ദർശിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് വരെ വന്നിട്ടില്ല. ശാസ്ത്ര ഉപദേഷ്ടാവിന് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് ദത്ത സാറിന് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണെങ്കിൽ മുഖ്യമന്ത്രി ഒരിക്കലും ഈ സ്ഥലം സമ്മതിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. സമരത്തെ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കില്ലെന്നു ആരോപിച്ച് പെരിങ്ങമലയിലെ നാട്ടുകാർ 2018 ഡിസംബർ 5-ന് 46 കിലോമീറ്റർ കാൽനടയായി നിയമസഭയിലേക്ക് സങ്കടജാഥ നടത്തി. അപ്പോഴും വ്യക്തമായ ഉത്തരം നൽകാനോ പ്രശ്നത്തിൽ ഇടപെടാനോ അധികൃതർ തയ്യാറായില്ല. സംസ്ഥാനത്ത് മാലിന്യത്തിൽ നിന്ന് ഊർജം എന്ന ലക്ഷ്യവുമായി വിവിധ ജില്ലകളിൽ 7 മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ ആദ്യഘട്ടം കോഴിക്കോട് പൂർത്തിയായി വരുന്നു. പെരിങ്ങമലയിലെ ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ ഭാഗമായുള്ള 15 ഏക്കർ സ്ഥലമാണ് നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റിനു വേണ്ടി സർക്കാർ കണ്ടെത്തിയതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനാണ് നിയമസഭയിൽ അറിയിച്ചത്. അതീവ പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ് അഗസ്ത്യാർകൂടത്തിന്റെ കോൾ മേഖലയായ പെരിങ്ങമല. സംരക്ഷിത വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പെരിങ്ങമല പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും പ്രാധാന്യമേറിയ ആവാസ വ്യവസ്ഥയാണ്. 1400ഓളം വരുന്ന ജന്തുജാലങ്ങളാലും ജലസ്രോതസ്സുകളാലും സമ്പന്നമായ ഈ മണ്ണിൽ മാലിന്യ ശേഖരമെത്തുന്നത് പ്രകൃതിയെ പൂർണ്ണമായും തകിടം മറിക്കും. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത പശ്ചിമഘട്ടത്തിലെ അതീവ ജൈവവൈവിധ്യ പ്രാധാന്യമുള്ള അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ കോർ ഏരിയയാണ് ഈ പെരിങ്ങമല. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്താണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ 68% സംരക്ഷിത വനപ്രദേശമാണ്. 32% മാത്രമാണ് ജനവാസ കേന്ദ്രം. അതിൽ 32%-ൽ 50,000-ഓളം ജനങ്ങൾ തിങ്ങിപ്പാർക്കാണ്. അപ്പം മറ്റൊരു പഞ്ചായത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 20,000 അല്ലെങ്കിൽ 25,000 ആ ഒരു ആവറേജിലാണ് ജനസംഖ്യ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതിലുപരി ഈ പഞ്ചായത്തിലെ ഞാൻ പറഞ്ഞല്ലോ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞല്ലോ, അതിൽ ലോകപ്രശസ്തമായിട്ടുള്ള ഒരുപാട് ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം കൂടിയാണ്. മിരിസ്റ്റിക്ക സ്വാമ്പ് എന്ന് പറയുന്ന കാട്ടുജാതിക്ക മരങ്ങളുടെ കണ്ടൽ ചതുപ്പ്, ഒരു ഫ്രഷ് വാട്ടർ മിരിസ്റ്റിക്ക സ്വാമ്പ് എന്നാണ് അതിന് പറയുക. അതൊരു മാംഗ്രൂവ് അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്രത്യേകതരം എക്കോസിസ്റ്റമാണ്. ഗ്ലോബലി ത്രെട്ടൻഡ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ലോകത്ത് മൊത്തം 2000 ഹെക്ടറോളം സ്ഥലത്തുണ്ടായിരുന്ന അത് ലോപിച്ചിപ്പം ചുരുങ്ങി 100 ഹെക്ടറിലായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 80% ഈ പഞ്ചായത്തിലാണ്. പെരിങ്ങമല മാലിന്യ പ്ലാന്റ് വരുമെന്നും വരില്ലെന്നും അധികാരികൾ വ്യക്തമായും അവ്യക്തമായും പറയുന്നു. ഇതൊരു ഒളിച്ചുകളിയാണെന്ന് സമരസമിതിയുടെ ആരോപണം
ശരിവെക്കും വിധമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും നിലപാടുകൾ. ഇതൊരു ജനകീയ സമരമായി ഇത്രയും ഒരു മൊത്തം പ്രദേശത്തെ ആൾക്കാരുടെ ഒരു പ്രശ്നമാണത്, ജീവിത പ്രശ്നവും കൂടെയാണ് പരിസ്ഥിതി എന്നുള്ളത് ഉപരി. അപ്പോൾ അതിനെ ഒരു ജനകീയ സമരമായി കാണാൻ അധികൃതർക്ക് പറ്റിയിട്ടുണ്ടോ? ജനകീയ സമരമായി അധികൃതർ കാണുകയാണ്. പക്ഷെ അധികൃതർ കണ്ടത് ഇവിടുത്തെ ഈ പശ്ചിമഘട്ട മലനിരകളിലെ പെരിങ്ങമല പോലെ ജൈവവൈവിധ്യ മേഖലയിൽ ഈ പ്ലാന്റ് ഇവിടുത്തെ ആദിവാസികളുടെയും ഇവിടുത്തെ മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും മേൽ കൂടി ഇവിടെ അടിച്ചേൽപ്പിക്കാമെന്നാണ്. പക്ഷേ ഗവൺമെൻറ് പ്രതീക്ഷിക്കാത്തൊരു പ്രതിരോധം ഇവിടെ വരുന്നത് കണ്ടപ്പോൾ പിന്നെ അതിനൊരു ന്യായീകരണം കണ്ടെത്തി മറുപടി പറയുന്നതിന് പകരം സമരസമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പല പല അഭിപ്രായങ്ങളാണ് ഇവിടുത്തെ ഭരണകക്ഷി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഈ സത്യമുള്ളൊരു ജനത വെച്ചാൽ വളരെ നേരും നിറയും പുലർത്തി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവർ ആർക്കും അങ്ങനെ ഇവിടെ നാട്ടിപ്പായിച്ചിട്ട് ഇതൊന്നും സ്ഥാപിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് ഇവിടെ ജനങ്ങൾക്കറിയാം. അവരുടെ ഒരു വിഷയം മാത്രമായിട്ടില്ല, ഇത് നാടിൻ്റെ പൊതുവായ ഒരു വിഷയമായിട്ടാണ് ജനങ്ങൾ ദിവസം ഏറ്റെടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സമരസമിതി ഉള്ളത്. ഇവിടെ മാലിന്യ പ്ലാന്റ് വരുന്നതോടെ ഇവരുടെ ജീവിതവും ഭാവിയും പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക ഇവിടുത്തെ ഓരോരുത്തരിലുമുണ്ട്. കുട്ടിക്കാലം തൊട്ട് ജനിച്ചതും വളർന്നതും എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ്, ഈ പന്നിയാട്ടടവ് തന്നെ അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ വരുന്നു എന്ന് കേട്ടിരുന്നല്ലോ അല്ലേ? കേട്ടിരുന്നപ്പോ നമുക്ക് ആദ്യം തോന്നിയത് എന്തായിരുന്നു? നമുക്കൊരു വിഷമം തന്നെ. നമ്മളെ മക്കളെ വളർത്തണം, നമ്മൾ പിന്നെ ഈ മണ്ണിൽ നമുക്ക് നല്ലതായിട്ട് ജീവിക്കണം, നല്ല വെള്ളം വേണം, നല്ല ശുദ്ധവായു വേണം, നമ്മളെ മക്കളെ വളർത്തണം, അവരെ പഠിക്കണം, അവർ ഒരു ഭാവിയിലെത്തണം. അങ്ങനത്തെ ഒരു വിഷമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് ഇത് ഇവിടെ വരാൻ പാടില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് മാറണം. നമ്മളെ വളർന്നു വരുന്ന തലമുറ ഇവിടെ ഇല്ലാതാവും, പുതിയ പുതിയ അസുഖങ്ങളുണ്ടാവും, നമ്മളെ പെൺമക്കളെ പുറത്തയക്കാൻ പറ്റാതെ ആവും, ആൺമക്കൾക്ക് പുറത്തുനിന്നൊരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതെ ആവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ മാലിന്യ പ്ലാന്റ് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ചിറ്റാറിലുള്ള വെള്ളമാണ് നമ്മൾ മഴ സമയത്തും വേനൽ സമയത്ത് കുളിക്കുകയും കുടിക്കുകയും മറ്റു ഉപയോഗ ഇതിനൊക്കെ എടുക്കുന്നതും, പിന്നെ മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നതും, അഗ്രിഫാം, ബനാന കൃഷിത്തോട്ടങ്ങൾ ഈ വെള്ളമാണ് നനയ്ക്കുന്നത്. അതുകൊണ്ട് എല്ലാം അശുദ്ധമാവും. ആ ഒരു പേടിയാണ് ഞങ്ങൾക്കുള്ളത്. പണ്ട് ഞങ്ങൾ അച്ഛനൊക്കെ ഇവിടെ ഭയങ്കര വനവാസത്തിൽ എൻ്റെ അച്ഛനൊക്കെ ഇവിടെ വന്ന് കാടൊക്കെ വെട്ടി തെളിച്ച് ഭയങ്കര ശല്യമായിരുന്നു, ഭയങ്കര വനമായിരുന്നു. ഇവിടെ ഈ പകലൊക്കെ തന്നെ മിനിങ്ങിന ഒരു സ്ഥലത്താണ് എൻ്റെ അച്ഛനൊക്കെ. മരത്തിൻ്റെ മണ്ടയിലാണ് വീടൊക്കെ വെച്ച് ഞങ്ങളെ അച്ഛനൊക്കെ താമസിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ടവരാണ്. ഞങ്ങളെന്നാലും ഈ സമരത്തിനൊക്കെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഞങ്ങൾ വീട്ടിൽ പോലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ലാത്ത തരത്തിൽ ഇത് വേണ്ട എന്ന് ഞങ്ങളെല്ലാം തീരുമാനമെടുത്ത് ഞങ്ങളിവിടെയൊക്കെ വന്ന് ഇന്ന് വരെയും ഞങ്ങളിവിടെ വരെയും പോവുകയൊക്കെ ചെയ്യാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായത്തോടു കൂടി നമുക്ക് ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ നിന്ന് മാറ്റി തരണമെന്ന് ഞങ്ങൾ പറയുന്നു. സമരത്തിൻ്റെ ന്യായവും അന്യായവും ഇഴകീറി പരിശോധിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അനിശ്ചിതമായി ഈ നടപടികൾ വൈകിക്കുന്നത് ആശങ്കയിലായ ഇവിടുത്തെ ജനങ്ങളെ തീർത്തും ബാധിക്കുന്നുണ്ടെന്ന കാര്യം ആരും വിസ്മരിക്കരുത്.